ഖത്തറിൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് കാരണമായ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സുപ്രീം ഹെൽത്ത് കൗൺസിൽ അറിയിച്ചു. 59-കാരനായ ഖത്തറി പൗരനിലാണ് വൈറസ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി വിദേശത്ത് നിന്നെത്തുന്ന മുഴുവൻ ആളുകളെയും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കി വരുന്നതായി HCH വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ സൗജന്യ ബാഗേജ് നിരക്ക് 30 കിലോഗ്രാമിൽ നിന്നും 20 കിലോഗ്രാമായി വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവാസി സംഘടനകളുടെ ഭാരവാഹികൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കേന്ദ്രമന്ത്രി വ്യോമയാന മന്ത്രി അജിത് സിംഗിനെയും ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം സമർപ്പിക്കുന്നതിനായി പുറപ്പെട്ടു. ഇന്ത്യൻ മീഡിയ അബുദാബി പ്രസിഡന്റ് TA അബ്ദുൽ സമദ്, വൈസ് പ്രസിഡന്റ് ആഗിൻ കീപ്പുറം, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംഘത്തിലുണ്ട്. കുവൈറ്റിൽ ഇന്ത്യക്കാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മുബാറക് അൽ കബീർ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനായിരുന്ന തമിഴ്നാട് നാർക്കോൽ സ്വദേശി കിങ്സ്ലിയാണ് ആശുപത്രിയിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇന്നലെ രാത്രി ഡ്യൂട്ടിക്കിടെ മയക്കുമരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തതാവാമെന്ന് സംശയിക്കുന്നു. കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് മൃതദേഹത്തിനരികെ നിന്ന് കണ്ടെത്തി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഷാർജയിൽ 2 വയസ്സുകാരി ബഹുനില കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ഷാർജ മംസാർ ഏരിയയിൽ ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം. കെട്ടിടത്തിൽ താമസിക്കുന്ന ഇറാനിയൻ ദമ്പതികളുടെ കുഞ്ഞാണ് 14ാം നിലയിൽ നിന്ന് താഴേക്ക് വീണത്. മാതാപിതാക്കൾ അശ്രദ്ധമായി കുട്ടിയെ ജനാലയ്ക്കരികെ ഇരുത്തിയതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഷാർജയിൽ മുമ്പും ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാൽ പോലീസ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഖത്തറിൽ 32 നേപ്പാളി തൊഴിലാളികൾ മരിച്ചതായി കണക്കുകൾ. ഖത്തറിലെ നേപ്പാൾ എംബസി അധികൃതരാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് ഇതിൽ കൂടുതൽ പേരുടെയും മരണകാരണം. 25 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് മരണപ്പെട്ടവരിൽ അധികവും. ഇനി ഇന്നത്തെ കറൻസി നിലവാരം. സൗദി റിയാൽ 17.10, UAE ദിർഹം 17.45, ബഹ്റൈൻ ദിനാർ 170.04, ഖത്തർ റിയാൽ 17.61, കുവൈറ്റ് ദിനാർ 225.61, ഒമാൻ റിയാൽ 166.52. മലാല യൂസഫ്സായിക്ക് വീണ്ടും പുരസ്കാരം. ഐറിഷ് സർക്കാരിന്റെ സമാധാന പുരസ്കാരമാണ് മലാലയ്ക്ക് ലഭിച്ചത്. മലാലയുടെ മനുഷ്യാവകാശ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡെന്ന് അധികൃതർ അറിയിച്ചു. ഐറിഷ് സമാധാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേരത്തെ മലാലയെ തേടിയെത്തിയിരുന്നു. പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ മലാലയ്ക്ക് നേരെ താലിബാൻ വധശ്രമമുണ്ടായിരുന്നു. സംഭവത്തിന് ശേഷവും വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിന്ന മലാല ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. പാകിസ്ഥാനിലെ ക്വറ്റയിൽ നടന്ന റെയ്ഡിൽ 100 ടൺ സ്ഫോടക വസ്തുക്കൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ക്വറ്റയിൽ 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ 2 ബോംബ് സ്ഫോടനങ്ങളിൽ ഉപയോഗിച്ച അതേതരം സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ബേക്കറി പലഹാരങ്ങൾക്കിടയിൽ കടത്തിയ 15 ടൺ പൊട്ടാസ്യം ക്ലോറൈറ്റ് പിടികൂടുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന റെയ്ഡിലാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കരീം ഖലീലി രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുമായും കൂടിക്കാഴ്ച നടന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായും വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദുമായും കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയും ആയുധ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് മുഖ്യ ചർച്ചാ വിഷയം. അൽ ജസീറ അമേരിക്ക സംപ്രേഷണം ആരംഭിച്ചു. അൽഗോറിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കറന്റ് TV വിലക്ക് വാങ്ങിയാണ് അൽ ജസീറ അമേരിക്ക എന്ന പേരിൽ പുനഃസംപ്രേഷണം ആരംഭിച്ചത്. CNN, MS, NBC, ഫോക്സ് ന്യൂസ് തുടങ്ങിയ മാധ്യമ ഭീമന്മാരോട് മത്സരിക്കാനാണ് ഖത്തർ ആസ്ഥാനമായ അൽ ജസീറയുടെ പുറപ്പാട്. 1996 നവംബർ 1-നാണ് അൽ ജസീറ അറബി ഭാഷയിൽ സംപ്രേഷണം ആരംഭിച്ചത്. $45 ലക്ഷം അമേരിക്കൻ വീടുകളിൽ തുടക്കത്തിൽ തന്നെ ചാനൽ ലഭ്യമായി തുടങ്ങുമെന്ന് അൽ ജസീറ അമേരിക്ക അവകാശപ്പെടുന്നു. ചുരുങ്ങിയ കാലം കൊണ്ടിത് 75 ലക്ഷമായി ഉയർത്താനും ചാനൽ ലക്ഷ്യമിടുന്നു. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായും അവഗണിക്കപ്പെടുന്നവരെ പരിഗണിച്ചുകൊണ്ടും അമേരിക്കൻ വിപണി പിടിച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് CEO ഇഹാബ് അൽ ഷിഹാബി. We are in the in-depth journalism, which is a lot of people, they need in-depth, fact-based, unbiased, not opinionated journalism. Also, we are the voice of the voiceless. We cover the undercover area. ABC ന്യൂസിലെ കേറ്റ് ഒബ്രിയാനെയാണ് ചാനൽ മേധാവിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അഫ്ഗാൻ അധിനിവേശ കാലത്താണ് അൽ ജസീറ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയത്.
അഫ്ഗാൻ യുദ്ധം തത്സമയം റിപ്പോർട്ട് ചെയ്തത് അൽ ജസീറ മാത്രമായിരുന്നു. കടുത്ത സെൻസർഷിപ്പുള്ള മധ്യപൗരസ്ത്യ ദേശത്തും പാശ്ചാത്യ ലോകത്തും ഒരുപോലെ ശ്രദ്ധയാകർഷിച്ചു അൽ ജസീറ. ഖത്തർ ഭരണകൂടത്തിന്റെ രക്ഷാകർതൃത്വത്തിലാണ് അൽ ജസീറ പ്രവർത്തിക്കുന്നത്. പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടം BBC എന്ന പോലെ തന്നെ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യം അൽ ജസീറയ്ക്കും ഖത്തർ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ജോയ് ആലുക്കാസ് മണി എക്സ്ചേഞ്ച് തിരുവല്ല ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് MD ജോയ് ആലുക്കാസാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആഷസ് ടെസ്റ്റ് പരമ്പരയിലെ അവസാന ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഭേദപ്പെട്ട സ്കോറിലേക്ക്. ടോസ് നേടിയ ഓസീസ് ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. തുടക്കത്തിലെ ഡേവിഡ് വാർണറുടെ വിക്കറ്റ് നഷ്ടമായെങ്കിലും സെഞ്ചുറി നേടിയ ഷെയ്ൻ വാട്സണാണ് ഓസ്ട്രേലിയയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. വാട്സൺ 176 റൺസെടുത്ത് പുറത്തായി. ക്രിസ് റോജേഴ്സ് 23, മൈക്കൽ ക്ലാർക്ക് 7 റൺസെടുത്തു. ജെയിംസ് ആൻഡേഴ്സൺ 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ സന്ദർശകർ 4 വിക്കറ്റ് നഷ്ടത്തിൽ 307 റൺസ് എടുത്തിട്ടുണ്ട്. 66 റൺസുമായി സ്റ്റീവൻ സ്മിത്തും 18 റൺസുമായി പീറ്റർ സ്റ്റിഡിലുമാണ് ക്രീസിൽ. നേരത്തെ 3 ടെസ്റ്റുകൾ വിജയിച്ച ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയിരുന്നു. Not as well timed as you would have liked. Chris Rogers just gets 3 for it, I think. Yes, coming back for the third. കേരളം പച്ചക്കറി ഗ്രാമമാക്കാൻ ഹൈബ്രിഡ് വിത്തുകളും തൈകളുമായി ഹൈറേഞ്ചിൽ നിന്നൊരു യുവ കർഷകൻ. എല്ലാ ദിവസവും തൈകൾ ലഭിക്കുന്ന നഴ്സറി സ്വന്തമായി നടത്തുന്ന ബിജു ചുരുക്കുവേമ്പിലിന്റെ പച്ചക്കറി നഴ്സറിയിലെ വിശേഷങ്ങളിലേക്ക്. കേരളത്തിൽ 365 ദിവസവും പച്ചക്കറി വിത്തുകളും തൈകളും ലഭിക്കുന്ന ഏക സർക്കാർ അംഗീകൃത നഴ്സറിയാണ് ഇടുക്കി നാങ്കുതൊട്ടിയിൽ ബിജു ചുക്കുറുമ്പൽ എന്ന യുവ കർഷകന്റേത്. ഇവിടെ 100ഓളം പച്ചക്കറികളുടെ 5 ലക്ഷം ഹൈബ്രിഡ് പച്ചക്കറി തൈകളാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ സർക്കാർ സഹായത്തോടെ നടപ്പാക്കുന്ന ഹരിതഗ്രാമം പദ്ധതിക്കും പച്ചക്കറി തൈകൾ എത്തുന്നത് ഇവിടെ നിന്ന് തന്നെ. മുളക് വർഗ്ഗത്തിൽപ്പെട്ട 5 ഇനങ്ങൾ, 8 ഇനം തക്കാളി തൈകൾ, 6 ഇനം വഴുതനങ്ങ, കൂടാതെ ബീൻസ്, കുക്കുംബർ, 1/2 മീറ്ററിൽ ധാരാളം കായ്ക്കുന്ന മത്തൻ, വിദേശ ഇനങ്ങളായ ചൈനീസ് ക്യാബേജ്, ചൈനീസ് ക്യാരറ്റ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ചില ഇനം പച്ചക്കറി തൈകൾ, ഇവയെല്ലാം കൊണ്ട് സമൃദ്ധമാണ് ബിജുവിന്റെ 3.5 ഏക്കറിലെ ഹൈടെക് തോട്ടം. നമ്മുടെ രാജ്യത്തു നിന്നും വെളി രാജ്യത്തു നിന്നും ഉള്ള വിത്തുകൾ നമ്മൾ സംഭരിച്ച് അത് എല്ലാ കൃഷിക്കാരിലും, അതായത് ബിസിനസ് അടിസ്ഥാനത്തിലല്ല, കൃഷിക്കാരിൽ, അതായത് ഓരോ വീടുകളിലും എത്തിക്കുന്ന പരിപാടിയാണ് ഞാൻ നടത്തുന്നത്. ഹോർട്ടികോർപ്പിന്റെ സഹായം കൊണ്ട് ഈ തൈകൾ ഇന്ന് കേരളത്തിലെ അടുക്കളത്തോട്ടങ്ങളിൽ സമൃദ്ധിയായി വളരുന്നു. 5 വർഷത്തിനിടയിൽ ഈ നഴ്സറിയിൽ നിന്നും കേരളത്തിലെ കർഷകർ വാങ്ങിയത് 50 ലക്ഷത്തിനുമേൽ പച്ചക്കറി തൈ ഇനങ്ങളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ധാരാളം ആവശ്യക്കാർ എത്തുന്നു. ലോകോത്തര നിലവാരമുള്ള വിത്തുകൾ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഏജൻസികളിൽ നിന്നും വാങ്ങി ഡിസ്പോസിബിൾ ഗ്ലാസുകളിൽ മുളപ്പിക്കുന്നു. ഇത് തൈകൾ കേടുകൂടാതെ വളരുന്നതിനും ഭാരക്കുറവുള്ളതിനാൽ എവിടെയും കൊണ്ടുപോകാനും സഹായിക്കുന്നു. ഏതു കാലാവസ്ഥയിലും വളരുവാനും കൂടുതൽ വിളവ് ലഭിക്കും എന്നുള്ളതാണ് ഹൈബ്രിഡ് തൈകളുടെ പ്രത്യേകതകൾ. വില കൂടിയ വിത്തിനങ്ങൾക്ക് ബിജു ഈടാക്കുന്നതാവട്ടെ 20 രൂപയും. ഇടുക്കിയിൽ നിന്ന് ക്യാമറാമാൻ സിജു വാഗമണിനൊപ്പം ബിജു തറയിൽ, മീഡിയ 1. Be positive from Bright Light. വിരൽ തുമ്പിലെ സൂര്യൻ, ബ്രൈറ്റ് ലൈറ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറബ് വസന്തത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഹജ്ജിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സൗദി. ഓരോ രാഷ്ട്രങ്ങൾക്കും നിശ്ചയിച്ച എണ്ണം തീർത്ഥാടകരെ അയക്കാനുള്ള അനുമതി തുടരും. പ്രകടനങ്ങളോ ഒത്തുചേരലുകളോ അനുവദിക്കില്ലെന്നും ഹജ്ജ് മന്ത്രി. സൗദിയിൽ സ്വകാര്യ സ്കൂളുകളിൽ ഫീസ് വർധനവിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതി. വർധനവ് 20% വരെ. പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് സെപ്റ്റംബറിൽ തുടങ്ങുന്ന പുതിയ അധ്യയന വർഷം മുതൽ. സിറിയയിൽ രാസായുധ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 650 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മരണം 1300 പ്രതിപക്ഷ സഖ്യം. ഭരണകൂടമാണ് രാസായുധം പ്രയോഗിച്ചതെന്ന് വിമത സൈന്യം. സംഭവം UN രാസായുധ സംഘം ദമാസ്കസിൽ പരിശോധന നടത്തുന്നതിനിടെ. ഈജിപ്തിലെ മുൻ ഏകാധിപതി ഹുസ്നി മുബാറക്കിനെ മോചിപ്പിക്കാൻ കൈറോ കോടതിയുടെ ഉത്തരവ്. ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ മാധ്യമ ഉപദേഷ്ടാവ് മുറാദ് അലി, പ്രഭാഷകൻ സഫത്ത് ഹിജാസി എന്നിവർ അറസ്റ്റിൽ. ഈജിപ്ഷ്യൻ പൗരന്മാർക്ക് സന്ദർശക വിസകൾ അനുവദിക്കുന്നത് കുവൈത്ത് താൽക്കാലികമായി നിർത്തിവെച്ചു. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.